നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ആദ്യത്തെ ദിവസമായ ശനിയാഴ്ച തന്നെ ഞാൻ പതിവ് പോലൊരു റെസിപ്പിയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഇതിന് പറയുന്നത് ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി എന്ന് പറയും. പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ എരിശ്ശേരികൾ വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് മത്തങ്ങ കൊണ്ടാണ് കേട്ടോ ഒരു എരിശ്ശേരി ഉണ്ടാക്കിക്കണേ. ആ എരിശ്ശേരിക്ക് പ്രത്യേകതകളൊന്നുമില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. പക്ഷേ എളുപ്പത്തിലൊരു എരിശ്ശേരി, അതാണ്. അതായത് എനിക്ക് ആകെ കൂടിയിട്ട് ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കൊക്കെ വേണ്ടി വന്നുള്ളൂ. കാരണം കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണിന്. എന്നാൽ എനിക്ക് തോന്നി ഇത്തിരി നമ്മൾ കഷ്ടിയാവോ, മെഴുക്കുരുട്ടി എത്രേ ഉള്ളൂ, വിശേഷാലൊരു 2-3 ആൾ ഊണ് കഴിക്കാനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചെറുകൂട്ടാൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു എരിശ്ശേരി വെച്ചു. എളുപ്പത്തിലൊരു എരിശ്ശേരി. എന്താ ഞാൻ ചെയ്തതെന്ന് പറയട്ടെ. മത്തങ്ങയാണ് ഇതിൻ്റെ പ്രധാന കഷ്ണം. ആദ്യം തന്നെ പച്ച നിറമുള്ള തൊണ്ടോട് കൂടിയ മത്തങ്ങയായിരുന്നു. തൊണ്ട് ചെത്തണമെങ്കിൽ വേണ്ട ഒരുപാട് നേരം. 12:30 കഴിഞ്ഞു. ആൾക്കാർ പുണ്ണാൻ വിളിക്കണ്ടേ, 1 മണിയാകുമ്പോഴെങ്കിലും വിളിക്കണ്ടേ, അതല്ലേ ഒരു ഭംഗിയും മര്യാദയൊക്കെ. എന്നിട്ട് ഞാൻ വേഗം തൊണ്ടോട് കൂടി തന്നെ ആ പച്ച മത്തങ്ങ, പച്ച നിറം തൊണ്ടിനുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, മത്തങ്ങ വെളുത്തതാണ്, അങ്ങോട്ട് നുറുക്കി കഴുകി വാരി ഒരു സാധാരണ ഹിൻഡാലിയത്തിൻ്റെ ഒരു ചെറിയ ചരുവം പോലെയുള്ളതിലേക്ക് ഒഴിച്ചു. വെള്ളം ഒഴിച്ചു, കഷ്ണം കഴുകി വാരിയിട്ടു, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചു. അതിൻ്റെ അടപ്പ് കിണ്ണം കൊണ്ടൊന്ന് അങ്ങോട്ട് അടച്ചു. തൊട്ടിപ്പുറത്ത് വേഗം അരമുറി തേങ്ങ അങ്ങോട്ട് ചിരണ്ടിയെടുത്തു. എന്നിട്ട് നല്ലോണം അരമുറി ചിരണ്ടി വന്നപ്പോൾ ഇത്തിരി കൂടുതലായിപ്പോയി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വേഗം തന്നെ ഒരു നല്ലോണം ജലദോഷം ഉണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ വറക്കാൻ പാകത്തിന് അങ്ങോട്ട് മാറ്റി വെച്ചു. മറ്റേ തേങ്ങയും ഒരു നുള്ള് ജീരകവും 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഒന്നങ്ങോട്ട് അരച്ചു. അതവിടെ വെച്ചു. അങ്ങനെ മിക്സി ചീൻചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഒരു 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയ കടുക് എടുത്തിട്ടുള്ള ചെറിയ സ്പൂണ്, 2 സ്പൂൺ കടുക് അങ്ങോട്ട് എടുത്തിട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഈ തേങ്ങ അങ്ങോട്ട് ഇട്ടു. ഒന്ന് ചിക്കിപ്പരത്തി അങ്ങോട്ട് വെച്ചു. ഇപ്പുറത്തെ ഈ അടപ്പ് കിണ്ണം അങ്ങോട്ട് മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളം പറ്റിയില്ല എന്നുള്ള നിലയ്ക്ക് മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടേ. ഉടൻ തന്നെ ഞാൻ ഈ അരച്ച് വെച്ചേക്കണ തേങ്ങയും പച്ചമുളകും നുള്ളി ജീരകവും കൂടി അരച്ച് വെച്ചേക്കണം അതിലേക്ക് അങ്ങോട്ട് ചേർത്തു. ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി നോക്കുമ്പോൾ വെള്ളമൊക്കെ പാകം കറക്റ്റ്. വേഗം അതങ്ങോട്ട് ഓഫ് ചെയ്തു. കൂടുതൽ ശ്രദ്ധ ഈ വറക്കണയിലേക്കായി. കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞപ്പോൾ തേങ്ങ ഇട്ടിട്ട് തേങ്ങ അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നു ഞാൻ. അതുകൊണ്ട് സ്ലോ ആക്കിയൊന്നുമില്ല, പതുക്കനെ ആക്കാനൊന്നും നിന്നില്ല. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വേഗം തേങ്ങ മൂത്ത് കിട്ടില്ല, നല്ല ചെമ്പറന്ന നിറങ്ങളായപ്പോൾ ഈ പാത്രത്തോട് കൂടിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു, ഈ ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടിയിലേക്ക്. എന്നിട്ട് പതുക്കനെ അങ്ങനെ ഒന്നങ്ങോട്ട് ഇളക്കിയപ്പോൾ ആ അധികമുള്ള വെള്ളം കൂടി അങ്ങോട്ട് വറ്റി. നല്ല കളറ്, പവൻ കാച്ചിയ നിറം, നല്ല സൂപ്പർ എരിശ്ശേരി. അപ്പോൾ എന്താ നമ്മുടെ എരിശ്ശേരിയുടെ പേരെന്നറിയാമോ? എളുപ്പത്തിലൊരു എരിശ്ശേരി. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ കറക്റ്റ് 10 മിനിറ്റൊക്കെ ആവണേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ 2-3 ഒരു കുറച്ച് നേരം കൂടി ആവണം. 10 മിനിറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ എരിശ്ശേരി. എളുപ്പത്തിലൊരു എരിശ്ശേരി, മത്തങ്ങ മാത്രം. ഇത് 2 കരിക്കിൻ്റെ പൂള് ഇതിലേക്ക് ചുമ്മാ കിട്ടിയപ്പോൾ അങ്ങോട്ട് ഒരു അലങ്കാരമായിട്ട് അങ്ങോട്ട് വെച്ചെന്നുള്ളൂ. എളുപ്പത്തിൽ ഒരു എരിശ്ശേരി എല്ലാവരും സുഖമായിട്ട് കൂട്ടി. വൈകുന്നേരം ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വരാറുണ്ടല്ലോ, ബാക്കിയുള്ളത് ഞാൻ പകർത്തി വെച്ചു. ഒരു ടേസ്റ്റ് ടൈം ഇടുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ എൻ്റെ
പാചക രീതി. എളുപ്പത്തിലൊരു എരിശ്ശേരി, ഒരു കഷ്ണം മത്തങ്ങയൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്നൊരു എരിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കാം. ഒട്ടും മോശമില്ല, നല്ല എരിശ്ശേരിയാണ്. മത്തങ്ങയും പയറും കൂടിയൊക്കെ ചേർത്ത് ലാവിഷായിട്ട് വേറെയൊക്കെ വെക്കാം. ഇതിപ്പോൾ എന്താ, പയറൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളൂ, മത്തങ്ങ മാത്രം ഉണ്ടായിരുന്നതിനും നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ വിധത്തിൽ ഒന്ന് മത്തങ്ങ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടുള്ളവർ വീണ്ടും ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല കൂട്ടാനാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എന്താ വെച്ചാൽ ഒരുപാട് എതിരൊന്നുമില്ലല്ലോ. അങ്ങനെ